അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ തീർത്ഥാടന ഉടമ്പടി എടുത്തവർ കൃപാസനത്തിലെത്തിയും ഓൺലൈനായി ഉടമ്പടി ധ്യാനം കൂടുന്ന ഒരു വിശുദ്ധമായ മുഹൂർത്തങ്ങളാണ്. ഉടമ്പടി ധ്യാന എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്? അതിനർത്ഥം ഉടമ്പടി ബോധ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഉടമ്പടി നടപ്പിൽ വരുത്താൻ പ്രത്യേക ഊർജം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. ഉടമ്പടിയുടെ അപ്ഡേഷൻസൊക്കെ എല്ലാം വരണത് ഈ ഉടമ്പടി ധ്യാനത്തിലാണ്. കാര്യം ലോകത്തിലെ ഈ ഒരു കുഞ്ഞു ധ്യാന കേന്ദ്രത്തിലാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്ന മഹത്തായ പ്രാർത്ഥന ദാനമായി നൽകിയത്. അത് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് തന്നതല്ല. 1987 മുതൽ അമ്മേ എന്നും പറഞ്ഞ് നടന്ന ഒരു യാത്രയുണ്ട്. അത് ജപമാല ജീവിത ദർശന ധ്യാനങ്ങളുമായി കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കണ്ണൂർ കുഞ്ഞുമംഗലം തൊട്ട് തിരുവനന്തപുരം പുത്തൻതോപ്പ്, ഇടുക്കി ശാന്തമ്പാറ, അങ്ങനെ 107 ധ്യാനങ്ങൾ ജപമാല ജീവിതദർശന ധ്യാനം നടത്തി 2002. അതുക്ക് മുമ്പ് മരിയൻ വർഷമെന്നും പറഞ്ഞ് പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ മരിയൻ വർഷം പ്രഖ്യാപിച്ചു 1987. അത് സുവിശേഷ പ്രഘോഷണ ദശകത്തിൻ്റെ ഭാഗമായി 90 മുതൽ 2000 വരെയുള്ള മഹാജൂബിലിയോട് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് മരിയൻ വർഷം സ്ഥാപിച്ചത്. അപ്പോൾ ഞാനൊരു ഇടവകയിലായിരുന്നു ജോലി ചെയ്തത്. കാട്ടൂരെന്ന് പറയുന്ന ആലപ്പുഴ കാട്ടൂര് 1200 വീട്ടുകാർ അന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്ത ആ വർക്ക് അച്ഛന്മാർ ചെയ്യണത് 4 അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. ഇപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാര്യം 1200 വീട് ഉണ്ട്. വലിയ ആ ഇടവക ഇപ്പം 3 ഇടവകയായി. അന്ന് ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഘോഷയാത്ര വരുന്നു, പ്രാർത്ഥനയാത്ര വരുന്നു, നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടി വീടാൻ തുടങ്ങി കയറി ഇറങ്ങി ജപമാല ചെല്ല്. 2.5 മാസത്തെ മിഷൻ വർക്കാണ്. അപ്പം മാതാവ് ഒരു ആഗസ്റ്റ് 11-ാം തീയതി വന്ന് രാത്രി മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വന്ന യാത്രയിൽ ഈ ഇടവക്കാർ മുഴുവനും മെഴുകുതിരിയും കത്തിച്ച് രാത്രി റോഡിൽ വരും 7000-ഓളം പേര്. അപ്പം നമ്മൾ നടന്നൊരു വഴി പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഉടമ്പടിയൊക്കെ നിങ്ങൾ ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റ് എന്നും പറഞ്ഞ് ചുമ്മാ ഒരു റിക്വസ്റ്റ് ഇടുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ്? ഇപ്പം കഴിഞ്ഞ ദിവസം കെസിയ എന്നും പറഞ്ഞ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞിവിടെ നിങ്ങൾ കേട്ട് കാണും അല്ലേ? കെസിയയുടെ സാക്ഷ്യം. അവർക്ക് ലിംഫോമയാണ്. അവർ UK ഉള്ളത്. അപ്പോൾ ലിംഫോമ ആയത് എന്ന് വെച്ചാൽ അത് ക്യാൻസറാണ്. അപ്പോൾ അവരുടെ അമ്മയാണ് ഇവിടെ ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്തിട്ട് വളരെ അവരുടെ അവസ്ഥ അറിയാമല്ലോ. ഒരു ആകപ്പാടൊരു മകളുള്ളത്. ഇങ്ങനെ അതായത് അവർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തരണത്, അച്ഛാ എൻ്റെ മകൾക്ക് ക്യാൻസറാണ്, പക്ഷേ അവളിവിടെ ഇല്ല, അവൾ UK അവളുടെ ഫോട്ടോയാണെന്ന് പറയും. ഫോട്ടോയാണെന്ന് പറഞ്ഞ് എനിക്ക് തരണത് ഒരു മൊബൈലാണ്. അപ്പം മൊബൈലിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ
രൂപത്തിൽ വെച്ചിട്ട് ആ വെക്കണ സമയത്ത് തന്നെ അമ്മ ആ ഒരു മെസ്സേജ് പറയും, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവളുടെ അമ്മയ്ക്കാണ് അസുഖമെന്ന് പറയും. ഉടനെ ഞാൻ വന്നിട്ട് ഉടനെ കെസിയുടെ അമ്മയോട് പറയും, ചേച്ചി അവർ എങ്ങനെയാലും 10-60 വയസ്സ് ഇങ്ങനെ കൂടുതലുള്ളതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി കെസിയയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞു. അസുഖമുണ്ടെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങ് അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ അവർ വേണേൽ പ്ലസ്സിൽ ഇവിടെ വീഴും, അത് പറഞ്ഞില്ല. പക്ഷേ ഒരു കുറച്ച് നാളിനുള്ളിൽ ലിംഫോമയിൽ ലോകത്തിലെ 2ാമത്തെ ഡോക്ടറാണ് അവളെ ചികിത്സിക്കണമെന്നാണ് അവൾ പറഞ്ഞത്. 7 പെറ്റ് സ്കാനുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ 4 ചെയ്തുകൊണ്ടിരിക്കുക. അതിലെല്ലാം ഉണ്ടെന്ന് തന്നെ പറയണത്. പക്ഷേ ഇവൾ വിശ്വസിക്കണത് എന്താണ്? മാതാവ് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന്. അതാണ് വിഷയം. ശാസ്ത്രം ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ആ വ്യക്തി അവിടെ ലോജിക്കെന്ന് പറയണത് നമ്മുടെ യുക്തിയെ വിശ്വാസം കൊണ്ട് വെട്ടാൻ പറ്റും. പലർക്കും വരുന്ന വിഷയം പലരുടെ യുക്തിയെ കൊണ്ട് വിശ്വാസം വെട്ടുകയാണ് ചെയ്യണത്. ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഇതൊരു സർക്കിളാണ്. സ്പിരിച്വലിൻ്റെ ഒരു മേഖലയുടെ ഒരു സർക്കിള്, വിഷമസന്ധിയാണ്. പലപ്പോഴും വിശ്വാസത്തെക്കാളുപരി റീസൺ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് യുക്തി വിശ്വാസത്തെ വെട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിന് പകരം തിരിച്ചു വരണം. ഈ വിശ്വാസം യുക്തിയേക്കാൾ ശക്തി പ്രാപിച്ചിട്ട് യുക്തിയെ വെട്ടിക്കൊണ്ടിരിക്കണം. ഇതിൽ വിശ്വാസം നിങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേഴ്സിംഗ് പ്രൊഫസർ ഒരു സാക്ഷ്യം പറഞ്ഞിവിടെ. അവരുടെ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവരുടെ സാക്ഷ്യം, അവരുടെ കുഞ്ഞിനെ അബ്ഡോമനിൽ എന്തോ ഭയങ്കരമായ ആ രോഗത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. എന്നുവെച്ചാൽ നമ്മുടെ കോശങ്ങൾ തന്നെ കോശങ്ങളെ തിന്നുകൊണ്ടിരിക്കണം. ദാറ്റ് മീൻസ് കൊളാപ്സ് ആകും കൊച്ച്. അപ്പോഴേ ഇവൾക്ക് അവളുടെ കുട്ടിക്ക് ഈ കോശങ്ങളെ ഇങ്ങനെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുന്ന കാരണം കുടലെല്ലാം അജീർണം ബാധിച്ച്, പിന്നെ കുഞ്ഞ് വെയിറ്റ് ലൂസ് ചെയ്ത് മരുന്ന് പിടിക്കണില്ല, ഭക്ഷണം പിടിക്കണില്ല, കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവളെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അവൾക്ക് നഴ്സിംഗ് പ്രൊഫസറായത് കാരണം അവൾ പറയണത്, അമ്മ അവളോട് പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോളെ ലൈറ്റക് ആൻഡ് പ്രയർ റിക്വസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോഴേ അവൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ അവൾ തന്നെ പറഞ്ഞു, ആ ലോജിക്ക് എനിക്ക് മനസ്സിലാകണില്ല. അവർ പറഞ്ഞ നഴ്സിംഗ് പ്രൊഫസർ പറയണത് ആ ലോജിക്ക് എനിക്ക് പിടികിട്ടണില്ല, എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഈ ലൈറ്റക് ആൻഡ് ഞാനൊരു വേറെ ഭൂഖണ്ഡത്തിരുന്നുകൊണ്ട് ഇവിടെ ആലപ്പുഴ ഒരു മാതാവുണ്ട്, അവിടെ കൊണ്ടുവന്ന് ലൈറ്റക് ആൻഡ് പ്രയർ റിക്വസ്റ്റിന് കമ്പ്യൂട്ടറിൽ ഞാനൊരു ആപ്ലിക്കേഷൻ നടത്തിയാൽ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് സുഖപ്പെടുന്നത്? ഇങ്ങനെ അതാണ് അവൾ പറയണത്. അവിടെ ഇവിടെ സാക്ഷ്യം, കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ അവൾ ആദ്യം പറഞ്ഞത്, നഴ്സിംഗ് പ്രൊഫസർ സാക്ഷ്യം പറഞ്ഞത്, ആ ലോജിക്ക് എനിക്ക് പിടികിട്ടണില്ല എന്നാണ്. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് പിടികിട്ടുന്ന ചില ലോജിക്കുകളുണ്ട്, ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുള്ള ലോജിക്കുകളുണ്ട്. അത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇൻഡൈജഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സ് എന്താ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്, ഓരോ വെബ്സൈറ്റും ഞാൻ അന്വേഷിച്ചു എന്താ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ആഹാരം ക്രമീകരിച്ചു, മരുന്നിനെ ക്രമീകരിച്ചു. പക്ഷേ നോ യൂസ്. 3 മാസം അങ്ങനെ ഞാൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ, ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടി പോയിട്ടും എൻ്റെ കുഞ്ഞിങ്ങനെ ഡൗണായി വന്നേക്കുള്ള ഒരു മാർഗമൊന്നുമില്ല. അങ്ങനെ മാർഗ സമയത്താണ് ഞാൻ അമ്മയെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണത്. ഉടമ്പടി ചെയ്ത് ഞാൻ തന്നെ ഒരു നേർച്ച നേർന്നു, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്തോളാമെന്ന് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ വരുന്ന ഒരു വിഷയം, അത് ചെയ്ത പോലെയാവും. കാര്യം നമ്മളൊരു വ്യക്തിയോടല്ല പറയണത്, ദൈവത്തോടാണ് പറയണത്. ഞാൻ ഉടമ്പടി ചെയ്തോളാമെന്ന് പറയലേ, അപ്പോഴത് ചെയ്ത പോലെയാവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നിങ്ങളത് ചെയ്യുമെന്ന്. അതാണ് വിഷയം. നിങ്ങളത് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ഇപ്പം ചില ആൾക്കാർ ചെയ്യുമെന്ന് പറഞ്ഞാലും ചെയ്യത്തില്ലല്ല, അതും ദൈവത്തിനറിയാം.
അതുകൊണ്ട് നമ്മൾ ദൈവത്തോടൊരു കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ലൈറ്റ്നിങ് ഇഫക്റ്റ് ഉണ്ടാകാൻ കാരണം നിങ്ങളത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവള് നേഴ്സിംഗ് പ്രൊഫസർ ഉടമ്പടി ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് ആ സമയത്ത് തന്നെ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങി. ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങിയിട്ട് കുഞ്ഞിന് സംഭവിക്കുന്നത് അവരുടനെ ഈ അടയാളം കിട്ടിയ ഉടനെ അവർ നാട്ടിൽ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് കുഞ്ഞിന് വയറ്റിൽ പുരട്ടി കൊടുക്കും. വയറ്റിൽ പുരട്ടി കൊടുക്കുന്ന പിന്നെ സഡൻ ഹീലിംഗാണ് ഉണ്ടാകുന്നത്. അത് കുഞ്ഞിപ്പോൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കണം. ഈ കുഞ്ഞ് മരിച്ചു പോകേണ്ട കുഞ്ഞാണ് ശരിക്കും. പക്ഷെ അവൾ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ലോജിക്കായിട്ടാണ് വിഷയം കണ്ടതെന്നാണ് എല്ലാ വിഷയങ്ങളും. കാര്യം ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചേക്കണത് സയൻസിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച്. ഞാൻ സയൻസിനെ കുറ്റം പറയുകയല്ല. എന്താ പ്രശ്നം, ഞാൻ പറയുന്നത് നിങ്ങൾ പലപ്പോഴും നമ്മളിങ്ങനെ ട്രെയിൻഡായത് കാരണം ലോജിക്കലായിട്ട് ട്രെയിൻഡ് കാരണം ചില കുറച്ച് കൂടുതൽ വിദ്യാഭ്യാസം ചെന്നു പോയവർക്ക് ചില സമയത്ത് വിശ്വാസം ഇമ്പോസ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് ഇസ് മൈ പോയിന്റ്. അത് പറ്റത്തില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, എന്റെ യുക്തിയുടെ ഒപ്പം തന്നെ അതിലംഘിക്കുന്ന വിശ്വാസത്താൽ എന്നെ പരിശുദ്ധ അമ്മയെ പോലെ അഭിഷേകം ചെയ്യണമേ. എന്റെ യുക്തിയേക്കാൾ എന്നിൽ വിശ്വാസം ദൈവമേ അങ്ങ് വളർത്തിയെടുത്തുകൊണ്ട് വിശ്വാസ പ്രയോഗത്തിലെ എനിക്ക് ബോധ്യങ്ങൾ നൽകണമേ. വിശ്വാസ പ്രയോഗത്തിലെ എനിക്ക് ബോധ്യങ്ങൾ നൽകണമേ. ശ്രദ്ധിക്കട്ടെ, ഞങ്ങളെ ധന്യരാക്കണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ. നിങ്ങളുടെ മനസ്സ് ഓൺലൈനിലിരിക്കുന്നവരായാലും ശരി, ഇവിടെ പിൽഗ്രിമിലിരിക്കുന്നവരായാലും ശരി, നിങ്ങളുടെ മനസ്സ് ഈ ആരാധനയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സ് ആരാധനയ്ക്ക്. കാരണം ഈ ആരാധന സമയങ്ങളിലാണ് കർത്താവ് വലിയ അടയാളങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഈശോ കാണിച്ചത് ഹൃദയമാണ് കാണിച്ചത്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പഴയ ഒരു ഹൃദയമാണ്. പ്രായമുള്ള ആളാണെന്ന് തോന്നണേ. അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന വിഷയം, അവർ അങ്ങനെ പ്രായമുള്ളവർക്ക് ഹൃദയത്തിന് അസ്വസ്ഥത ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് നെഞ്ച് പൊത്തി പിടിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലാം. മറ്റുള്ളവർ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, ഹൃദയാഘാതം വന്നവരെ ഈശോ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ബ്ലോക്കുകൾ വീക്കായവരെ, ബ്ലോക്കുകൾ കർത്താവെ, വാൽവുകൾ വീക്കായവരെ, വാൽവിന് ബ്ലോക്ക് വന്നവരെ, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ, കർത്താവ് പ്രഷർ കൂടിപ്പോയവരെ, എപ്പോഴും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ, മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ, എപ്പോഴും തലവേദന ഉള്ളവരെ, അതിൻ്റെ പേരിൽ എപ്പോഴും കിടക്കേണ്ടി വരുന്നവരെ, ശ്വാസം കൃത്യമായിട്ട് കിട്ടാതെ വരുന്നവരെ എല്ലാവരും ആശീർവദിക്കണമേ. കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കരത്താൽ കർത്താവെ ഈ ഹൃദയത്തെ സ്പർശിക്കണമേ. എല്ലാ ഹൃദ്രോഗികളെ സ്പർശിക്കണമേ. യേശുവിൻ്റെ ശക്തി മരുന്നോ ലേബനുമല്ല കർത്താവേ, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുന്നത്. വചനത്തിൻ്റെ കരുത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ ഹൃദയ രോഗങ്ങൾ, വചനത്തിൻ്റെ കരുത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ ഹൃദയ രോഗങ്ങൾ യേശുനാമത്തിലെ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ.
രാജാ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, പിൽഗ്രിം ഉടമ്പടിയായി തീർത്ഥാടന പ്രാർത്ഥന കൂടുന്നവരെല്ലാം ഓൺലൈൻ പ്രാർത്ഥന കൂടുന്നവരെല്ലാം കർത്താവേ അങ്ങയുടെ വലത്ത് കരത്താൽ മക്കളെ സ്പർശിക്കണമേ. അവരുടെ ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ. നീ ഏറ്റെടുക്കണമേ. കർത്താവിന്റെ ശക്തി, പ്രാർത്ഥിക്കുവാനുള്ള ശക്തി, വിശ്വസിക്കാനുള്ള ശക്തി, പാടുവാനുള്ള ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി ഇപ്പോഴാവസിക്കട്ടെ. 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 ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, വാവാ ശ്രീ രാജാ പ്രിയമുള്ളവരെ, നമ്മൾ കെസിയയുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കെസിയയുടെ ഹസ്ബൻഡ് കെസിയോട് പറഞ്ഞു, നീ ഒരു പണി ചെയ്യ്, ലൈറ്റ് ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു. എന്തിനാണ്? ലാസ്റ്റ് ടെസ്റ്റ് വരുമ്പോൾ മാതാവ് കൃപാസനത്തിൽ നിൻ്റെ അമ്മയോട് പറഞ്ഞതുപോലെ, നമ്മുടെ അമ്മച്ചിയോട് പറഞ്ഞതുപോലെ, നിനക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ നമുക്കിന്ന് തന്നെ വിമാന ടിക്കറ്റ് ഇടുക എന്ന് പറഞ്ഞു. അവരെ വിശ്വസിക്കുന്ന, അതായത് ഹൈപ്പോത്തസിസ് ആയിട്ട് നിൽക്കുന്ന വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് വിശ്വാസ റീസണബിളിലേക്ക് വരാൻ കണ്ടില്ലേ? ഈ ഒരു ചേഞ്ചിങ് ഉണ്ടാകണം. ഒക്കണേ കൊള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഹൈപ്പോത്തസിസായിട്ട് നിൽക്കത്തില്ലേ? ഇതാണ് ഒരു വിശ്വാസത്തിൻ്റെ അപകട മേഖല. ഇവിടുന്ന് പെട്ടെന്ന് കെസിയയുടെ ഹസ്ബൻഡിനെ പോലെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. എന്താ ചേഞ്ച് ചെയ്യണത്? ഇന്ന് നീ ലൈറ്റ് ക്യാൻഡിൽ പെരക്കസ്റ്റ് ടെസ്റ്റിന് പോയിക്കോ. അമ്മ അവിടെ വെച്ച് നമ്മുടെ അമ്മച്ചിയോട് പറഞ്ഞതുപോലെ നീ ഇന്ന് സുഖപ്പെടും. അങ്ങനെ 10 ദിവസത്തിനുള്ളിൽ നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയാം. അതാണ് സംഭവിച്ചത്. അവരപ്പോൾ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പെരക്കസ്റ്റ് ഇടുക. എന്താ റിക്വസ്റ്റ് ഇടാൻ കാര്യം? ലൈറ്റ് ക്യാൻഡിൽ പെരക്കസ്റ്റിൻ്റെ ഗുണമെന്ന് പറയുന്നത്, നമ്മളൊരു 1.5 ലക്ഷം പേരെയാണ് ഒരു ജവമാല റാലിക്ക് പങ്കെടുക്കുന്നത്. കൃപാസനത്തിൻ്റെ ഒരു ജവമാല റാലിക്ക് ഒരു വർഷം പങ്കെടുക്കുന്നത് 1.5 ലക്ഷം പേരെ. ഇപ്പോൾ ഇനി ഒക്ടോബർ മാസമാകുമ്പോൾ തുടങ്ങും. ഒക്ടോബർ മാസം ഡേറ്റ് ഈ മാസം ഞാൻ ഒരു 3 ദിവസമായിട്ട് ജവമാല റാലിയെക്കുറിച്ച് അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് കിട്ടിയാൽ ഉടനെ നമ്മളതിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ അന്ന് മുതൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന ഇവിടുന്ന് പറഞ്ഞു തരും. അതിന് ഒരുങ്ങാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ 1.5 ലക്ഷം പേര് 22 കിലോമീറ്റർ ജവമാല റാലി നടത്തി കഴിയുമ്പോൾ എങ്ങനെയായാലും നമുക്ക് 1-2 കോടി ജവമാല വരും. ഈ ജവമാലയാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. ഇങ്ങനെ 87 മുതലുണ്ട്.
ഇപ്പം ആൾ കൂടുതലാണെന്നേ ഉള്ളു. അന്നൊന്ന് ആൾ ഇത്രയില്ല. അപ്പം അന്ന് 800 ആളൊക്കെയാണ് ഉണ്ടായിരുന്നത്. 2002 ജപമാല മാതാവിനെ ഇവിടെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ജപമാല റാലി തുടങ്ങിയത്. 2002 ഒരു ജപമാല റാലി കൊച്ചിയിൽ നിന്ന് നടത്തി ഇവിടം വരെ വന്നാണ് മാതാവിനെ ഇവിടെ വെളുപ്പിന് 2 മണിക്ക് പ്രതിഷ്ഠിക്കണം, നമ്മുടെ കവാടത്തിങ്കലെ. അന്ന് മുതൽ എല്ലാ ഒക്ടോബർ 25-ാം തീയതി ആകുമ്പോഴും ജപമാല റാലി നടത്തും. അന്ന് പോലെ നടത്തിയതുകൊണ്ട് ആ ജപമാലകളെല്ലാം പിന്നെ 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി. 90 തൊട്ട് 2000 വരെ കടലിലെ വള്ളക്കാരെല്ലാം വിളിച്ച്, ബോട്ടുകാരെ വിളിച്ച് കടലിൽ കൺവെൻഷൻ. അപ്പോൾ അങ്ങനെ 10 കൊല്ലം നടത്തി. അതിനുവേണ്ടി 102 മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി മാത്രം മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള 10 കൊല്ലത്തോളം അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അത് നമ്മുടെ ആസ്തിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ അമ്മ തീരുമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആസ്തിയാണ്. ഇങ്ങനെ ഉണ്ടായ മധ്യസ്ഥ പ്രാർത്ഥന 2003 ജപമാല വർഷം വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു കൂടാരം ഉണ്ടാക്കി, ജപമാല കൂടാരം ഉണ്ടാക്കിയിട്ട് ആ വർഷമാണ് ശാലോവും ജപമാലക്കൊരു ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞ് കൃപാസനത്തെ ബ്രാൻഡ് ചെയ്തത്. ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ആർട്ടിക്കിൾ ഇട്ട് സൺഡേ ശാലോമിൽ, കൃപാസനം ജപമാലക്കൊരു ധ്യാന കേന്ദ്രം. സത്യമായ കാര്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മാർപ്പാപ്പ 4ാമത്തെ ദിവരഹസ്യം, പ്രകാശ ദിവരഹസ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആലുവ സെമിനാരി ഞാൻ 2001 പോയിട്ട് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് മാതാവിൻ്റെ പടങ്ങളെല്ലാം എടുത്ത്, മാതാവിൻ്റെ ദിവരഹസ്യങ്ങളുടെ പടങ്ങളെല്ലാം പുസ്തകത്തിൽ നിന്ന് ഒരു ആലപ്പുഴയിൽ നിന്നൊരു ഫോട്ടോഗ്രാഫറിനെയും കൊണ്ട് ആലുവ സെമിനാരി ചെന്നിട്ട് അവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് മാതാവിൻ്റെ പടങ്ങളെല്ലാം എടുത്തു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫർ സ്ലൈഡ് ഫോട്ടോഗ്രാഫറാണ്. പണ്ടത്തെ സൈഡുണ്ടല്ലോ, ഇപ്പോൾ സൈഡൊന്നും ഇല്ല. അതിനൊരു പ്രൊജക്ടർ സംഘടിപ്പിച്ചിട്ടാണ് ഈ കേരളത്തിലെല്ലാം ജപമാല ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ ജപമാല ധ്യാനത്തിൻ്റെ രഹസ്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രൊജക്ടറിൽ സ്ക്രീനിൽ പ്ലേ ചെയ്യും 2001. അപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ കൂടെ നടക്കിയിരുന്നത്. അതിനുശേഷം അത് 2002, 2001, 2003 ആയപ്പോൾ ഇവിടെ മാതാവ് മാർപ്പാപ്പ ജപമാല വർഷം പ്രഖ്യാപിച്ച് അതോടുകൂടി ഞങ്ങളിവിടെ ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് 24 മണിക്കൂർ ജപമാല 365 ദിവസവും അപ്പോൾ ഒരു 120 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് കടലോരത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കടലോര കൺവെൻഷൻ്റെ ഗ്രൂപ്പുകളൊക്കെ നിലനിൽപ്പുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് ഇവിടെ രാത്രിയും പകരും 365 ദിവസം വെച്ചാൽ ഒക്ടോബർ 25-ാം തീയതി തുടങ്ങി എന്നിട്ട് ഡിസംബർ അടുത്ത 2004 ഒക്ടോബർ 25-ാം തീയതി അവസാനിച്ച്. ആ ഗ്രൂപ്പ് രാത്രിയുണ്ട് പകലും ഉണ്ടായിരുന്നു, 24 മണിക്കൂറാണ്. അപ്പോൾ 24 മണിക്കൂറും ഒരു വർഷം മുഴുവനും ജപമാല നടത്തി. അങ്ങനെ 2004 ഒക്ടോബർ 25-ാം തീയതി അത് സ്റ്റോപ്പ് ചെയ്യുകയും 2004 ഒക്ടോബർ, നവംബർ, ഡിസംബർ 7-ാം തീയതി ആയപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഇതുപോലെ സിൽവർ ഗ്രേയിൽ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. കാര്യം പ്രാർത്ഥന എന്താ വെച്ചാൽ പ്രാർത്ഥന തന്നെയായിരുന്നു നമ്മുടെ ജോലി. ഈ കാലങ്ങളിലെല്ലാം ജോലി അത് തന്നെയായിരുന്നു. അമ്മ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ആൾക്കാരെ വിളിച്ചിട്ട്, ഈ ഗ്രൂപ്പുകാരെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് 2000 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ സിൽവർ ഗ്രേയിൽ. എൻ്റെ ഒരു ടൈപ്പാണ്, ഒരു മാതൃകയാണ് ആ മുറിയിരിക്കുന്നത്. നടുക്ക് ഒരു സമയ ഘടികാരം ചാർത്തിയ മുടി, 10-8 സൂചി. അപ്പം ഞാൻ ആൾക്കാരോട് പറഞ്ഞു, അമ്മ നിൽക്കുന്നു, നെഞ്ചിലൊരു സമയ ഘടികാരം കാണിക്കണം, 10-8 സൂചി കാണിക്കണമെന്ന്. എന്ത് ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് പറയണം. അമ്മ പറഞ്ഞില്ല സത്യം, പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് അത്. പക്ഷേ ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്ത് അന്ന് തന്നെ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഡിസംബർ 23-ാം തീയതി ഈ തിരികളെല്ലാം മേടി 120 തിരി വാങ്ങിച്ചു. പച്ചത്തിരികൾ, പച്ചത്തിരിയെന്നല്ല മേടി, പച്ചത്തിരി പറഞ്ഞില്ലായിരുന്നു. കിട്ടിയത് തിരി പച്ചയായിപ്പോയതാ, മാർക്കറ്റിൽ നിന്ന് കിട്ടിയ തിരി പച്ചയായിപ്പോയതാ. ആ പച്ചത്തിരിയാണ് കിട്ടിയത് നമുക്ക്. അതിവിടെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് ആൾക്കാർക്ക് കൊടുത്ത്
അന്ന് എന്നിട്ട് പറഞ്ഞു, ഇത് എന്ത് ദുരന്തമുണ്ടാകാൻ പോകണം നമുക്കറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പം കടലോരത്തെ ഗ്രൂപ്പ് കടലോരത്ത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഡിസംബർ 24 പ്രാർത്ഥിച്ചു, 25 പ്രാർത്ഥിച്ചു, 26 പ്രാർത്ഥിച്ചപ്പോഴാണ് മുമ്പാണ് സുനാമി വരണത്. 26-ാം തീയതി സുനാമി വന്നു. അപ്പോൾ ഇതിങ്ങനെ, പക്ഷേ ഞാൻ ആ സുനാമി ക്യാമ്പിലെല്ലാം പോയി വർക്ക് ചെയ്യായിരുന്നു. ഞാനും സ്വന്തമായിട്ടൊരു ഇരിക്കണ അന്ന് ഫൊറോണ വികാരിയാണ്. ഫൊറോണ പള്ളിയിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ക്യാമ്പ് ഉണ്ടാക്കി ആൾക്കാരെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ വർക്കിലൊക്കെ നടന്ന് ഒരു 2-3 മാസം കൊണ്ട് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു. പക്ഷേ അതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയും ആൾക്കാരോട്. മരിയൻ കൃപാഭിഷേക ധ്യാനമെന്നും പറഞ്ഞൊരു തപസ് ധ്യാനം ഉണ്ടായിരുന്നു ഇവിടെ. അതിന് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയും, മാതാവിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ ആൾക്കാരോട് പറയും. പക്ഷേ അത് അനുഭവങ്ങളെ പറയത്തുള്ളൂ, അല്ലാതെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇന്നത്തെ പോലെ പ്രചരിപ്പിക്കൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ആൾക്കാർക്ക് അതിനുവേണ്ടിയുള്ള മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി സഭ അത് പഠിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ ഈ 2015 ആയപ്പോൾ ഞാനിത് പ്രചരിപ്പിക്കാഞ്ഞതിൻ്റെ പേരിൽ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു മിഷൻ, കോസ്റ്റൽ മിഷൻ, ഒരു നമ്മളുടെ ഒരു വേറൊരു മിഷൻ ഉണ്ടായിരുന്നു. സഭയുടെ സാംസ്കാരിക കലാപേതരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി 8 കലകൾ 9 കലകൾ സഭയ്ക്കുണ്ട്. അതെല്ലാം മൺമറഞ്ഞു പോയതാണ്. ആ ചവിട്ട് നാടകം, പുത്തമ്പാന, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, പരിചയമുട്ടുകളി, അങ്ങനെ കുറേ അണ്ണായിപ്പാട്ടുകൾ, അങ്ങനെ കുറേ കലകൾ. ഇതിനെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു മിഷൻ അമ്മ തന്ന കാരണം ഞാൻ അതിൻ്റെ മിഷൻ്റെ പുറകെ ഉണ്ടാക്കി. അതിനൊരു എൻസൈക്ലോപ്പീഡിയ ഉണ്ടാക്കി. ആ എൻസൈക്ലോപ്പീഡിയ കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് എനിക്ക് തന്നു, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നു, വലിയ ബുക്കായിരുന്നു. അതിനാണ് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നത്. അതിൻ്റെ കൂടെ നടന്ന വർക്കാണ്. ഈ ഡോക്ടറേറ്റ് വാങ്ങിയ മധുരയിൽ ചെന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. കാര്യം വെച്ചാൽ ഇവിടം വരെ ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ നമ്മൾ പോണത്. മാതാവുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലിഫ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് ഉടമ്പടിയിലൂടെ അനേക ആൾക്കാർ സംഭവിക്കണ ഇതാണ്, എയർ ലിഫ്റ്റാണ് സംഭവിക്കണത്. പൊക്കിക്കൊണ്ട് പോകും, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തേക്ക് പൊക്കിക്കൊണ്ട്. അത് ദൈവമായിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണ്. ഈ ചിലർ പറയണില്ലേ, എംബസി ബ്ലോക്കായി കളഞ്ഞാ, പക്ഷേ ഞാൻ സെക്കൻഡുകൾക്കുള്ളിൽ അമ്മ അവിടെ ഒന്ന് തുറന്ന്. എങ്ങനെ വിഷയം, കമ്പ്യൂട്ടർ ബ്ലോക്കായാലും എവിടെയെല്ലാം ആളെത്തും, ഓൺ ദി സ്പോട്ടിലെത്തും. ഉടമ്പടി ഇത്രയും പവറായിട്ട് ലോഞ്ച് ചെയ്യണം കാര്യം ഇതിൻ്റെ അകത്തെല്ലാം വന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. എന്നുവെച്ചാൽ കലർപ്പില്ലാത്ത, നമ്മൾക്ക് നഷ്ടങ്ങൾ മാത്രമുള്ള, ഭൗതിക നഷ്ടങ്ങൾ മാത്രമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതം എപ്പോഴും നമുക്ക് ഭൗതിക നേട്ടങ്ങളാണല്ലോ മനുഷ്യനുണ്ടാക്കേണ്ടത്. കൃപാസനത്തിന് ഭൗതിക നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്, എല്ലാ രീതിയിലും ഉണ്ടാകണം. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം, ഞാനിത് പഠിച്ചത്, നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്ന പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ ചുണ്ണാമ്പത്തൊട്ട് വെക്കണം. അത് നാളെ കാലങ്ങളിൽ നിങ്ങളെ എയർ ലിഫ്റ്റ് ചെയ്യും, പൊക്കിയെടുത്തുകൊണ്ട് പോകും. കാര്യം എന്താണ്, അത് ദൈവം പിടിക്കണ സംഭവമാണ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ കേട്ട പ്രാർത്ഥനയെക്കാളും വലുതാണ് കേൾക്കാത്ത പ്രാർത്ഥന. അതെപ്പോഴും ഓർത്തിരിക്കണം. അത് കേട്ട ആ പ്രാർത്ഥന ആ വിഷയത്തെ കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് തർക്കത്തിന് പോകരുത്. ആ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാര്യം തർക്കിക്കാതിരിക്കുന്നത് പോലും ഒരു മരിയൻ മിഷൻ്റെ ഭാഗമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 2:51 എന്താ പറയണത്? അമ്മ തർക്കിച്ചില്ലെന്നാണ് പറയണത്. അമ്മ തർക്കിച്ചില്ല. ഒരു വിഷയം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടില്ല. തന്നെ ഓപ്പോസിറ്റായിട്ട് ഈ പ്രാർത്ഥന ഉടമ്പടി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ തർക്കം, പുറത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ തർക്കങ്ങളുണ്ടാകും. അത് യേശു ചോദിക്കും, നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ ഉയരണത് എന്തുകൊണ്ട്? ഈ ചോദ്യം യേശു ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ, ഇപ്പം നിങ്ങൾ ഒരു IELTS നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചു, MOH, HAD,
അതെന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ RN അല്ലെങ്കിൽ PR അല്ലെങ്കിൽ എന്തോ B1 B2 എന്തെങ്കിലും എക്സാമിന് നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്തു. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആൾ പെട്ടെന്ന് ലിഫ്റ്റായിപ്പോയി, കണ്ടുപോയി. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്ത് വരും? തർക്കങ്ങളുണ്ടാകും. തർക്കങ്ങളുണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ ഉയരണത് എന്തുകൊണ്ട്? കാര്യം തർക്കമെന്ന് പറയണത് എപ്പോഴും വരുന്നത് ഈ ഒരു വിശ്വാസത്തിന് എതിരായ ഒരു സംഭവമാണ്. വിശ്വാസത്തിന് എതിരായ ഒരു സംഭവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്കം വരാൻ കാര്യം കമ്പാരിസൺ വരുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ തർക്കം വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി അമ്മയോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 13 വർഷം മക്കളില്ലാത്ത ഒരാൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തായിരുന്നു. അയാളൊരു വർഷം മുമ്പ് ഉടമ്പടി ചെയ്തതാണ്. 13 വർഷയുടെ മക്കളില്ല. അപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ആ 2 മക്കളെ ഒരുമിച്ച് കൊടുത്തു. അപ്പം അതിന് ആ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഈ മനുഷ്യനിവിടെ നിന്ന് പറഞ്ഞത് വാക്ക്, ഞാൻ 13 വർഷം മക്കളില്ലാതെ അലഞ്ഞ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഉടമ്പടി മാത്രമേ മാർഗമുള്ളൂ. അപ്പം ഞാനും വൈഫും കൂടി വന്ന് മാതാവിൻ്റെ അടുക്ക ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് ഒപ്പുവെച്ചെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഉടമ്പടി ഒപ്പുവെക്കണ ഈശോയുമായിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ മാതാവുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം അത് സീരിയസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ഉടമ്പടി ചെയ്തെന്നല്ല പറയണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 13 വർഷം മക്കളില്ലാതെ അലഞ്ഞു. അപ്പോൾ ഞാൻ വന്നു മാതാവുമായിട്ട് ഞങ്ങൾ ഉടമ്പടി ഒപ്പുവെച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോരിത്തെരിപ്പ് വരും. കാര്യം എന്താണ്? അയാളത് സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ദൈവം, അതായത് ഉടമ്പടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് കരാറെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അത് കരാറല്ലേ നമ്മൾ ചെയ്യണത്. പക്ഷെ മനുഷ്യനുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കരാറ്. ബൈബിളിൽ ഒരു കക്ഷി ദൈവവും ഒരു കക്ഷി മനുഷ്യനും ഒരു കക്ഷി ദൈവമാകുമ്പോൾ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഉടമ്പടി എന്ന്. അപ്പം നമ്മൾ കൃപാസനത്തിൽ ചെയ്യണത് ഉടമ്പടിയാണ്. അയാളാണ് എന്താ പറയണത്? ഞാൻ അമ്മയുമായിട്ട് ഉടമ്പടി വെച്ചു. അപ്പോഴേ വിതിൻ നോ ടൈം 2 കുഞ്ഞുങ്ങൾ അമ്മ തന്നു. കാര്യം ദൈവം ഈ വാഗ്ദാനങ്ങളിൽ ഉടമ്പടി നിലനിൽക്കണം എന്തിലാണ്? ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥന അല്ല. ഉടമ്പടിയേ ഉള്ളല്ലോ ആദ്യകാലം മുതൽ എബ്രഹാത്തിനോട് ചെയ്ത സംഭവമാണിത്. ഉടമ്പടി എബ്രഹാത്തിനോട് ചെയ്ത്, മോസസിനോട് ചെയ്തു. എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്യണ വാക്കാലാണ്, അല്ലേ? വാക്കാൽ പാട്ടം എന്ന് പറഞ്ഞ പോലെ വാക്കാൽ ഉടമ്പടി. അത് മോസസിൻ്റെ കാലം വരുമ്പോൾ എഴുതി കൊടുക്കും, റിട്ടൺ ഉടമ്പടിയാവും. അപ്പോൾ വാമൊഴിയായിട്ടുണ്ടായിരുന്നത് വരമൊഴിയായിട്ട് മാറും ഉടമ്പടി. യേശുവിൻ്റെ കാലം വരുമ്പോൾ അതൊരു ഡൂയിങ് ആയിട്ട് മാറും. ഉടമ്പടി തന്നെയാണ് യേശുവിൻ്റെ കാലം. യേശുവിന് ഉടമ്പടി തന്നെയാണ് ഈശോ ചെയ്യണത്, അല്ല വേറെ ഒന്നും ചെയ്തില്ല. എന്താ ഈശോ പറഞ്ഞത്? ഒരു പുതിയ ഉടമ്പടി എന്ന് പറയും. പഴയ ഉടമ്പടി നിലനിർത്തിക്കേണ്ടത് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ പഴയത് റദ്ദ് ചെയ്തിട്ടില്ലെന്ന് പറയും. എന്നിട്ട് പുതിയ ഒരു ഉടമ്പടി ചെയ്യും. അത് ഉടമ്പടി, അത് എഴുത്തല്ല, ചെയ്ത്താണ്. ഇങ്ങനെ ഉടമ്പടി വരണത്. ഉടമ്പടി ആദ്യം വാക്കാൽ വരും. എബ്രഹാത്തിനോട് വാക്കാലാണ് പറയണത്. മോസസിനോട് 10 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പറയും, നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം വ്യക്തമല്ലേ? നിങ്ങൾ IELTS പാസ്സായാലും പുരയിടം വിറ്റാലും വിവാഹം കഴിച്ചാലും കുഞ്ഞുങ്ങളുണ്ടായാലും ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിനക്കിവിടെ ജീവിക്കാൻ വേണ്ടി ആണ് ഞാൻ നിന്നെ ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത്. അത് നീ ദീർഘകാലം ജീവിക്കണം, ആരോഗ്യത്തോടു കൂടി. അതിനു വേണ്ടി, അതാണ് എൻ്റെ വാഗ്ദാനം. നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ വേണ്ടി, പുറപ്പാട് പുസ്തകം എന്താ പറയണത്? നീ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അത് നിബന്ധനയാണ്. അപ്പം നിയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നിബന്ധന ഉണ്ടാവും. ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് ഈ വിളിക്കുന്ന മുമ്പേ ഉത്തരം അരുളണത്, ഈ അനുഗ്രഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത്. ദൈവം ഈ അനുഗ്രഹത്തിന് 2 കണക്ഷനുണ്ട്. നമ്മുടെ അനുഗ്രഹം കിട്ടണതിന് പ്രത്യേകിച്ച് ഒരു വിശ്വാസി പോലും ആകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ PSC ടെസ്റ്റ് റാങ്കൊക്കെ എഴുതുന്നവർ, കുറേ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ചിട്ടാണ് അവരെല്ലാം ഓരോ നിലയിലെത്തിയിരിക്കണത്. ആണോ? അവിശ്വാസിയായാലും നമ്മൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഒരു പഞ്ഞുമില്ല. നിങ്ങളെ ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം
ദൈവത്തെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടും, പക്ഷേ ദൈവത്തെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം ചില ആൾക്കാരൊക്കെ ഞായറാഴ്ച പള്ളി പോണില്ലല്ലോ. ഇപ്പോൾ ഞാനൊരു അച്ഛൻ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 24 പേരുമായിട്ട് ഉടമ്പടി ചെയ്യാൻ. അപ്പം അച്ഛൻ പറഞ്ഞത്, അച്ഛാ ഞായറാഴ്ച പള്ളിയിലെ ആൾ കുറവാണ്. അതിന് അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു. ഞാൻ ചോദിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തോന്നുന്നുണ്ടോ? അപ്പോൾ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചില്ലേലും പള്ളിപ്പോയില്ലേലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. 2 കൊല്ലം കോവിഡായിട്ട് വീട്ടിലിരുന്നില്ലേ? അച്ഛൻ്റെ നിരീക്ഷണം അതാ. ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി? പള്ളി പോയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും, പരീക്ഷ എഴുതാൻ പറ്റും, ജയിക്കും, ജോലി കിട്ടും. അപ്പോഴേ ഞാൻ ഓർക്കുകയായിരുന്നു അച്ഛൻ പറഞ്ഞതേ, ആൾക്കാരപ്പോൾ ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിരുന്നത് പലരും എന്തുദ്ദേശത്തിലാണ്, എല്ലാവരും അല്ല, എന്തുദ്ദേശത്തിലാണ്? എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്നത്. ഇപ്പോൾ ദൈവത്തെ കൂടാതെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് കോവിഡ് നമ്മളെ പഠിപ്പിച്ചു, അല്ലേ? ക്ലിയർ അല്ലേ? കോവിഡ് കാലത്ത് എന്തുമാത്രം പരീക്ഷ ആൾക്കാർ എഴുതി. എല്ലാ പരീക്ഷയും കോവിഡ് ഉണ്ടായിരുന്നതിന് മുമ്പുള്ള സമയത്തൊക്കെ ഗവൺമെൻറ് ഗ്രേസ് മാർക്ക് വരെ കൊടുത്തു. 30 മാർക്ക് 40 മാർക്ക് വെറുതെ വാരിക്കോരിയിട്ട് കൊടുത്തു, അല്ലേ? അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ദേവാലയത്തിൽ പോയില്ലെങ്കിലും വീട്ടിൽ കുത്തിയിരുന്നാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ ഒരു കാര്യം എൻ്റെ സഹോദരൻ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദേവാലയത്തിൽ പോണത് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആവരുതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അത് യേശു പറഞ്ഞിരിക്കുന്ന ട്വിസ്റ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പള്ളിയിൽ പോയില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ഈശോയാണ് ആദ്യം പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായില്ലേ? പള്ളിയിൽ പോയില്ലെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കല്യാണം കഴിക്കും, പ്രസവിക്കുകയും ചെയ്യും, പിള്ളേരെ വളർത്തുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും നടക്കും. കയ്യിലിരിപ്പ് മോശമാണെങ്കിലും കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈശോ. നിങ്ങളുടെ കയ്യിരിപ്പ് അല്ലെങ്കിൽ എൻ്റെ കയ്യിരിപ്പ് ഇത്തിരി മോശമാണെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ലോകത്തോട് പറഞ്ഞത്, ചങ്കൂറ്റത്തോട് പറഞ്ഞത് ഈശോ മാത്രമാണ്. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. കയ്യിരിപ്പ് മോശമാണെങ്കിലും കാര്യങ്ങൾ നടക്കും എന്ന് ലോകത്തോട് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ഈശോ മാത്രമാണ്. പിന്നെ നമ്മളെന്തിനാ പ്രാർത്ഥിക്കുന്നത്? കാര്യം ഈ വിഷയത്തിൽ നമ്മൾ ഇത്ര റീസൺ ഉപയോഗിക്കണം നല്ലതായിരിക്കും. ദൈവത്തെ കൂടാതെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്താ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്യരുടെ മേലും ദുഷ്ടരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. അതാണ് വിഷയം. മത്തായിയുടെ സുവിശേഷമാണ് 5:45. അപ്പം നീതിമാനായാലും നീതിരഹിതനായാലും അവൻ്റെ മേൽ ദൈവം മഴ പെയ്യിക്കും. നീതിരഹിതനെ മാറ്റി നിർത്തിയിട്ട് നീ അങ്ങോട്ട് മാറ്, ഈ മഴ നീതിമാന് മാത്രം ഉള്ളതാണെന്ന് ദൈവം പറയത്തില്ല. നിങ്ങളിങ്ങോട്ട് മാറി, ഇത് പള്ളിപ്പോണവർക്ക് മാത്രമുള്ള അനുഗ്രഹമാണെന്ന് ദൈവം പറയത്തില്ല. ദൈവം എല്ലാവർക്കും വേണ്ടിയാണ്. അതാണ് എല്ലാം. ഭൗതിക അനുഗ്രഹങ്ങളെ നമ്മൾ ലഭിക്കുന്നതിന് നമ്മുടെ ഒരു വിശ്വാസി പോലും ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് വിശ്വാസിയാകണത്? പിന്നെ നമ്മൾ എന്തിനാണ് ദൈവത്തിലെ ഓരോ വിഷയങ്ങൾക്ക് ആശ്രയിക്കണത്? ഇത് അനുഗ്രഹത്തിനല്ല. ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം ഇതിൻ്റെ ഭാഗമാണ്. അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ അനുഗ്രഹം ലഭിച്ചാൽ മാത്രം പോരാ. എന്താണ്? അനുഭവിക്കാനുള്ള യോഗ്യത. ഇതൊരു വലിയ ആൾക്കാരെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. എല്ലാവരും അനുഗ്രഹത്തെക്കുറിച്ചാണ് എപ്പോഴും ദൈവസന്നിധിയിൽ അവലാതിപ്പെടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് അനുഗ്രഹം മാത്രമല്ല, പിന്നെ എന്താണ്? അനുഭവിക്കാനുള്ള യോഗ്യത.
ഇപ്പോൾ മക്കളെ ഇപ്പോൾ ഐസിന ഒന്ന് ശ്രദ്ധിച്ച മക്കളെ യേശുവേ ഏശയ്യ 65:21. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന.